Good afternoon. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Good afternoon. ഞാൻ പ്രയർ ചെല്ലട്ടെ. ഈശ്വര കൈകൂപ്പി നിൽക്കുന്നു ഈറനണിഞ്ഞ മിഴികളോടെ കാരുണ്യമെന്നിൽ ചുരിയണി പൂവിൻ കാരണമായുള്ള തമ്പുരാനെ അച്ഛനും അമ്മയുമെന്തു പറഞ്ഞാലും അക്ഷരം തെറ്റാതനുസരിച്ചും ഉള്ളിൽ വെളിച്ചം പകരും ഗുരുവിനെ ഉണ്മയിൽ സ്നേഹിച്ചും ആദരിച്ചും കൂടെ പഠിക്കുന്ന കുട്ടികളെ തൻ്റെ കൂടെ പിറപ്പുകളായി നിനച്ചും ജീവിക്കുവാനായി തുണയ്ക്കണേ ഭൂവിനും കാരണമായുള്ള തമ്പുരാനെ കാരണമായുള്ള തമ്പുരാനെ കാരണമായുള്ള തമ്പുരാനെ. Okay, nice. Then signing. സൈനിങ് അനുമോൾഡി. ഗുഡ് ആഫ്റ്റർനൂൺ കൂട്ടുകാരെ. നിങ്ങൾ എല്ലാവരും ഓണത്തിന്റെ ഓണം കഴിഞ്ഞുള്ള ക്ഷീണത്തിലായിരിക്കുമെന്ന് എനിക്കറിയാം. നമുക്ക് ഓണത്തെക്കുറിച്ചൊരു ഐതിഹ്യം കേട്ടാലോ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം, എന്നാലും ഞാനൊന്ന് പറഞ്ഞു തരാം. പണ്ട് പണ്ട് മഹാബലി എന്നൊരു ധർമ്മിഷ്ഠനായ അസുര രാജാവ് ഉണ്ടായിരുന്നു. സമൃദ്ധിയുടെയും സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും സുവർണ നാളുകളായിരുന്നു അദ്ദേഹത്തിന്റെ ഭരണകാലം. മാവേലി നാടു വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തൊന്നാർക്കുമൊട്ടില്ലതാനും. എല്ലാവരും ഈ പാട്ട് കേട്ടിട്ടില്ലേ? അങ്ങനെ എല്ലാവരും സന്തോഷത്തോടെ വസിക്കുന്നത് കണ്ട് ദേവന്മാർക്ക് വലിയ അസൂയ തോന്നി. എന്നിട്ടോ മഹാബലിയെ നാടുകടത്താൻ അവർ മഹാവിഷ്ണുവിന്റെ സഹായം തേടി. എന്നിട്ടോ മനസ്സില്ലാ മനസ്സോടെ ഭഗവാൻ അതിന് വഴങ്ങി. അങ്ങനെ ഒരു നാൾ മഹാബലി അശ്വമേധയാഗം കഴിഞ്ഞ് മഹാറാണിയുടെ സമീപം ഇരിക്കുമ്പോൾ ഭഗവാൻ മഹാവിഷ്ണു വാമന രൂപത്തിൽ വന്ന് മഹാരാജാവിനോട് 3 അടി ഭൂമി ആവശ്യപ്പെട്ടു. വിഷ്ണു ഭക്തനായ രാജാവ് അതിന് സമ്മതിച്ചു. വാമനൻ പെട്ടെന്ന് ആകാശം മുട്ടെ വളർന്നു. എന്നിട്ട് ആദ്യത്തെ ചുവട് കൊണ്ട് ഭൂമിയും 2ാമത്തെ ചുവട് കൊണ്ട് ആകാശവും അളന്നെടുത്തു. 3ാമത്തെ ചുവട് എവിടെ വെക്കും? സ്ഥലമില്ല അതിന്. 3ാമത്തെ ചുവട് എവിടെ വെക്കുമെന്ന് ഭഗവാൻ മഹാബലിയോട് ചോദിച്ചു. സത്യസന്ധനായ മഹാബലി സ്വന്തം വാക്കു പാലിക്കാനായി തന്റെ ശിരസ് കുനിച്ചു കൊടുത്തു. മഹാബലിയെ പാതാളത്തിലേക്ക് മഹാവിഷ്ണു ചവിട്ടിത്താഴ്ത്തി. വിട പറയും നേരം രാജാവിന്റെ ആഗ്രഹപ്രകാരം തന്റെ ജീവന തുല്യം സ്നേഹിക്കുന്ന പ്രജകളെ വർഷത്തിലൊരിക്കൽ വന്ന് കാണുന്നതിനുള്ള വരം ഭഗവാൻ മഹാബലിക്ക് കൊടുത്തു. അങ്ങനെ മാവേലി മന്നനെ വർഷത്തിലൊരിക്കൽ നമ്മൾ കേരളീയർ വരവേൽക്കുന്ന ദിവസമാണ് ഇന്ന് നമ്മുടെ എല്ലാം പൊന്നോണം. എല്ലാവർക്കും കഥ മനസ്സിലായില്ലേ? നന്ദി. സൈനിങ് ബൈ അനുമോൾഡി. Okay, very good. Then thought of the day. Good afternoon, ma'am. I am Needu. Thought of the day. Education is the key to unlock the golden door of freedom and success. George Washington Carver. സ്വാതന്ത്ര്യത്തിന്റെ സുവർണവാതിൽ തുറക്കുന്നതിനുള്ള താക്കോലാണ് വിദ്യാഭ്യാസം. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ നിങ്ങളോടൊരു സ്റ്റോറി പറയാനുണ്ട്. നിങ്ങളുടെ ഓണം സെലിബ്രേഷനിൽ എനിക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയില്ല. കാരണം ഞാൻ വേറൊരു ക്ലാസ്സിലായിരുന്നു, ഇറങ്ങിപ്പോരാൻ പറ്റില്ല. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ക്ലാസ് ആണ്. അപ്പൊ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങിപ്പോരാൻ പറ്റില്ല, അതുകൊണ്ടാണ് വരാതിരുന്നത് കേട്ടോ. ഓക്കെ, എല്ലാവർക്കും ഓണം എങ്ങനെ ഉണ്ടായിരുന്നു? ഓണമൊക്കെ നന്നായിട്ട് ആഘോഷമൊക്കെ അടിപൊളിയായിരുന്നു. ഡാൻസ് ഉണ്ടായിരുന്നു, രംഗപൂജ, തിരുവാതിരയൊക്കെ ഉണ്ടായിരുന്നു, ഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ ട്രെൻഡി സോങ് ഒക്കെ വെച്ചിട്ട് ഒരു ഫ്യൂഷൻ ഉണ്ടായിരുന്നു.
മീറ്റ് വഴി എല്ലാരും കൂടി ചേർന്ന് അങ്ങനെ. പക്ഷെ വീഡിയോയിൽ മാത്രം കിട്ടിയിട്ടില്ല നമ്മുടെ ക്ലാസ് റൂമിൽ. അത് മാത്രം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജയദേവ സാറിനോട്. പക്ഷെ അത് റെക്കോർഡ് ഇതായിട്ടില്ല. പാട്ട് മാത്രമാണ് കിട്ടിയേക്കണേ. പിന്നെ ഞങ്ങൾ റെക്കോർഡ് ചെയ്തത് അങ്ങനെ എല്ലാരും റെക്കോർഡ് ചെയ്തത് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ റെക്കോർഡില് മറ്റേ ഇതില് മാത്രം. എന്തായാലും മിസ് ചെയ്തു മിസ്. എല്ലാരും വേണമെന്നുണ്ടായിരുന്നു. അത് പല പല ക്ലാസ്സുകളിലായിരിക്കുമല്ലോ, അതാണ് കൂടുതലും പ്രശ്നം. അതുകൊണ്ടാണ് കേട്ടോ. അവിടുത്തെ ആഘോഷം കണ്ടു, സ്മാർട്ട് 3 കണ്ടു. എന്തായാലും സൂപ്പർ ആയിരുന്നു പരിപാടി. കണ്ടായിരുന്നല്ലേ? ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്പൊ അങ്ങനെ കണ്ടു. അങ്ങനെ കണ്ടായിരുന്നു അല്ലേ? അതെ. എന്നോട് അവിടുത്തെ 2-3 സ്റ്റാഫുകൾ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, MT50-ല് കുട്ടികളെ ഫോട്ടോ ചോദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് സെൽഫി എടുത്തായിരുന്നു എന്റെ കൂടെ നിന്ന്. അതെ മിസ്. സ്മാർട്ട് സിയിലെ നിസ നമ്മളുടെ കൂടെയാണേ. നിസ 2-3 പേരുണ്ട് സ്മാർട്ട് സിയിൽ വർക്ക് ചെയ്യുന്നവർ. അങ്ങനെ അതെ അവര് പറഞ്ഞു, ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ജയശ്രീ വന്നിട്ടുണ്ടായിരുന്നു ഒന്നല്ലേ? ഞാൻ വന്നിരുന്നു മിസ്. പക്ഷെ മിസ് കണ്ടായിരുന്നോ? ഇല്ല, എന്നോട് അവര് പറഞ്ഞതാണല്ലോ. ഓക്കെ. അപ്പൊ എന്നോട് പറഞ്ഞു ഞങ്ങളുടെ മോളിൽ പ്രോഗ്രാം നടക്കണ്ടായിരുന്നു, അങ്ങോട്ട് വരായിരുന്നില്ലേന്ന് ചോദിച്ചു നിസ. ഞങ്ങളുടെ ഇവിടെ നിന്ന് അടുത്താണ് മിസ്, കുറച്ച് ദൂരം ഉള്ളൂ. അപ്പൊ ഞാൻ പ്രത്യേകം പറഞ്ഞു നിതീഷിനോടും ഞങ്ങൾക്ക് ഇതേപോലെ ഒന്ന് റെക്കോർഡ് ചെയ്ത് തരണം. പക്ഷെ എന്താന്ന് അറിഞ്ഞുകൂടാ കിട്ടാഞ്ഞത്. ഇനിയിപ്പൊ റെക്കോർഡ് വേറെ രീതിയിൽ ചെയ്തിട്ടുണ്ടോന്നൊന്നും അറിഞ്ഞുകൂടാ. പിന്നെ റിപ്ലൈ വന്നിട്ടില്ല. പിന്നെ ഞങ്ങളെല്ലാരും റെക്കോർഡ് ചെയ്ത് വെച്ച് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു. എല്ലാരും ഓരോരുത്തർ റെക്കോർഡ് ചെയ്തായിരുന്നു. കാരണം ഇൻഡിപെൻഡൻസ് ഡേ. ജയശ്രീയുടെ വീട് എവിടെയാ? എന്റെ വീട് മണ്ണത്താണ് മിസ്. അതായത് നമ്മുടെ ആലുവ ഈ വഴി പോകുമ്പോ വരണോട്ടോ മിസ്. ഈ വഴി പോകുമ്പോ തത്തുപ്പള്ളി റൂട്ടില് നമ്മുടെ ഓട്ടോ സ്റ്റാൻഡ് തന്നെ വീടാണ്. ഓട്ടോ സ്റ്റാൻഡ് നമ്മുടെ ഫ്രണ്ടിലാണ്. ഈ വഴി പോകുമ്പോ എന്തായാലും പറയണം മിസ്. നമ്പർ തന്നിട്ടില്ല മിസ്സുമാരുടെ, ജിഷാൻസിന്റെ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. പറയണം. ഓക്കെ. എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജയശ്രീ വന്നിട്ടുണ്ടായിരുന്നു. അതെ മിസ്. അന്ന് സാറ് എന്തോ ക്ഷീണത്തിലെന്തോ ആയിരുന്നു, ഉറക്കത്തിന്റെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പൊ മറ്റേ നിതീഷിനെ വിളിച്ചു, അങ്ങനെ ഡയറക്റ്റ് സംസാരിച്ചിട്ടാണ് വന്നത്. പാട്ടുകളൊക്കെ കൊടുത്തു. ഇപ്പൊ നമ്മൾ വെക്കുമ്പോ ചിലപ്പോ ഒരാൾക്ക് കേൾക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ സ്മാർട്ട് സ്ക്രീനിൽ വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരേപോലെ കേൾക്കാൻ പറ്റും എന്നുള്ളൊരു. പക്ഷെ അതിലും എന്തോ ചെറിയ ചെറിയ ഇതുണ്ടായിരുന്നു. അനുമോളാണ് അതിലൊക്കെ ഹെൽപ്പ് ചെയ്ത മിസ്. അനുമോളെ വെച്ചത് പാട്ടുകള് എല്ലാരും നല്ല ഇതായിരുന്നു, സഹകരണമായിരുന്നു. ഓൺലൈനിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. ഓൺലൈനായിട്ട് പാട്ട് ചിലവരുടെ സൗണ്ട് കേൾക്കുന്നില്ല, അങ്ങനെയൊക്കെ ഉള്ളൊരു വിഷയങ്ങൾ ഉണ്ടായിരുന്നു. ഞങ്ങള് ടീച്ചേഴ്സ് പാലിയത്തിരുന്നാണ് വർക്ക് ചെയ്യുന്നത്. പാലിയത്തൊരു ഓഫീസ് ഉണ്ട്, അവിടെ ഇരുന്നാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. പവർ ഓഫീസിൽ വന്നാൽ കാണാൻ പറ്റില്ല. അത് ശരി. ഓക്കെ, അതാണ് മെയിൻ ഓഫീസ് അല്ലേ? ഓക്കെ. പവർ ഓഫീസാണ് മെയിൻ ഓഫീസ്. പക്ഷെ പാലിയത്തിരുന്നാണ് വർക്ക് ചെയ്യുന്നത് എല്ലാ ടീച്ചേഴ്സും. ചെയ്യുന്നത് അല്ലേ? മാത്രം വീട്ടിലിരുന്നാണ് ക്ലാസ്. അപ്പൊ പറൂര് വരാറുണ്ടോ മിസ്? പറൂര് വരാറുണ്ട്. പക്ഷെ ചില ഫങ്ഷൻസ്, പിന്നെ അതുപോലെ മോണ്ടിസോറിയുടെ പ്രാക്ടിക്കൽസ് ഒക്കെ നടക്കില്ലേ, ആ ടൈമിൽ അത് ഇവിടെ തന്നെയാണ് ചെയ്യുന്നത്. അതൊക്കെ നടക്കുമ്പോഴും ഞങ്ങൾ അവിടെ വരും. ഓക്കെ. വൈവയൊക്കെ നടക്കുന്ന സമയത്ത് ഇവിടെ ഉണ്ടാവും. മീറ്റിങ്ങുകളൊക്കെ വെക്കുമ്പോഴാണ് അവിടെ വരുന്നത്, അല്ലാതെ വരാറില്ല. ഓക്കെ മിസ്. എന്തായാലും കാണാൻ സാധ്യതയുണ്ട് ഇവിടെ ആയതുകൊണ്ടേ. കാണാൻ സാധ്യതയുണ്ട്. എന്തായാലും അറിയിക്കാം, ഞാൻ പറയാം, അങ്ങോട്ട് വരുമ്പോ പറയാം. ഓക്കെ. അപ്പൊ എല്ലാവരും സദ്യയൊക്കെ ഉണ്ടാക്കിയല്ലോ അല്ലേ ഓണത്തിന്? സ്വന്തം വീടുകളിൽ പോയോ? അനുമോളൊക്കെ കളിക്കും മിസ്. സ്വന്തം വീട്ടിലൊക്കെ പോയി ഭയങ്കര ആഘോഷമൊക്കെ ആയിരുന്നു ഫാമിലി ആയിട്ട്. എന്ത് തോന്നി? ഈ ഓണത്തിന്റെ പ്രത്യേകത എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഈ ഓണത്തിന് പ്രത്യേകത എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? മാറ്റങ്ങൾ ഞങ്ങൾ ഓൺലൈനിലായിട്ട് ആദ്യമായിട്ടാണ് മിസ് ഇങ്ങനെ ഒരു. പറഞ്ഞോളൂ ജയശ്രീ, പറഞ്ഞോളൂ. ഓൺലൈനായിട്ട് നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഇതില് ചെയ്യുന്നത്. അതൊരു വെറൈറ്റിയാണ്. കാരണം ഇത്രയും നന്നായിട്ട് നമുക്ക് യോജിച്ച് ചെയ്യാൻ പറ്റി എന്നുള്ളൊരു സന്തോഷം. ഓഫ്ലൈനേക്കാളും നന്നായിട്ട് നമുക്ക് എല്ലാവർക്കും കൂടിയൊരു ഫ്രണ്ട്ഷിപ്പും അതേപോലെ തന്നെ നല്ലൊരു ഓണം സെലിബ്രേഷനും ആയി. അങ്ങനെ പിന്നെന്താണ് അനുമോളെ പറഞ്ഞോ? ഇപ്രാവശ്യം നമുക്ക് ഓണമായിരുന്നു സാർ. കാരണം നമ്മള് മോണ്ടിസോറി കോഴ്സ് തുടങ്ങിയിട്ട് നമ്മുടെ ആദ്യത്തെ ഓണമാണ്.
അപ്പൊ ഇതുവരെ നമ്മള് വീട്ടിൽ തന്നെ ഇരുന്ന് കുട്ടികളുടെ വീട്ടുകാര്യങ്ങളെല്ലാം നോക്കിയിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ അത് വലിയ സന്തോഷമായിരുന്നു എല്ലാവർക്കും തന്നെ. അതുപോലെ തന്നെ തിരുവാതിര കളിക്കാനും അങ്ങനെ ഓരോ ഡാൻസിനായാലും നമ്മളെ സമയം കണ്ടെത്തി എല്ലാവരും പ്രാക്ടീസ് ചെയ്ത് നന്നായിട്ട് പെർഫോം ചെയ്തു നമ്മുടെ ഓണ സെലിബ്രേഷന്. അതെല്ലാവരുടെ ഒരു ഒത്തൊരുമയായിരുന്നു നമ്മുടെ ക്ലാസ്സില്. അതുകൊണ്ട് വലിയ സന്തോഷമുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എല്ലാവരും ഹാപ്പി. ഞാൻ ആദ്യമായിട്ടാണ് തിരുവാതിര കളിച്ചത്. ആദ്യമായിട്ടാണ് തിരുവാതിര കളിച്ചത്? തിരുവാതിര രംഗപൂജ ഫസ്റ്റ് ടൈമാണ്. അതെ അല്ലേ? എൻജോയ് ചെയ്തു എല്ലാവരും. ഭക്ഷണം കഴിച്ചോ? ഇപ്പൊ നിങ്ങള് ഭക്ഷണം കഴിച്ചായിരുന്നോ എല്ലാവരും? കഴിച്ചു. ഇല്ല മാം, 2:30 കഴിക്കുക. 2:30 കഴിക്കുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? നമ്മള് സേഫ്റ്റി ആണെന്ന് തോന്നുന്നല്ലേ പറഞ്ഞ് വന്നത്? സേഫ്റ്റി ഹെൽത്ത് ചെക്കപ്പ് കഴിഞ്ഞോ മാം? അല്ലേ? ഹെൽത്ത് ചെക്കപ്പ് കഴിഞ്ഞോ ഇതിനെ മാം? കുറിച്ച് പറഞ്ഞാൽ ഹെൽത്ത് ചെക്കപ്പ് കഴിഞ്ഞായിരുന്നു. ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? ഞാൻ മറന്നുപോയി. ഹെൽത്ത് ചെക്കപ്പ് കഴിഞ്ഞ് കട്ടാവ് ചെയ്തത്. ഒരാള് പറയും. ഹെൽത്ത് ചെക്കപ്പ് കഴിഞ്ഞു മിസ്സേ. ഇനി സേഫ്റ്റി ആണ് എടുക്കേണ്ടത്. സേഫ്റ്റി സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അല്ലേ? ഇല്ല. ഓക്കെ. ഓക്കെ, അപ്പൊ സേഫ്റ്റി ഒന്ന് റീഡ് ചെയ്തോളൂ കേട്ടോ. മിസ് കഴിഞ്ഞ ക്ലാസ് എടുക്കുമ്പോ കട്ടായി പോയി. പിന്നെ മിസ് ഒരു വർക്ക് തന്നിരുന്നില്ലേ, ഒരു വീതി. മിസ് നമുക്ക് നമ്പർ വീലും പിക്ചർ വീലും ഓണം കഴിഞ്ഞിട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മിസ്. ഒരു സെക്കൻഡ്. നമ്പർ വീൽ ആൻഡ് പിക്ചർ വീല് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾ ചെയ്തായിരുന്നോ? ചെയ്തു മിസ്. ഒന്ന് കാണിക്കാമോ? മിസ് ഐശ്വര്യ എന്ന് പറയുന്ന ഒരു കുട്ടി നമ്മുടെ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. ഇന്ന് കേറാൻ പറ്റിയില്ല എന്ന് എന്നോട് പറഞ്ഞായിരുന്നു. മിസ്സിനോടൊന്ന് പറയണം. ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. വർക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷെ എന്തോ PTA മീറ്റിംഗ് ആയതുകൊണ്ട് വരാൻ പറ്റിയില്ല. അപ്പൊ മിസ്സിനോടൊന്ന് പറയണം. നമ്പർ വീലും പിക്ചർ വീലും ചെയ്തിട്ടുണ്ടെന്ന് പറയണമെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടോ മിസ്? സെക്കൻഡ്. കേട്ടോ, ഒരു മിനിറ്റ്. ഒന്ന് ഞാൻ ഓഡിയോ വീഡിയോ ഓഫ് ആക്കുവാണേ. ഇപ്പൊ വരാം. ഓക്കെ മിസ്. ഓക്കെ മാം. നമുക്ക് എല്ലാവർക്കും പേര് ടൈപ്പ് ചെയ്തിട്ടാ മതിയോ? അല്ലെങ്കിൽ എല്ലാവർക്കും കൂടിയിട്ട് കാണിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ മതി. അത് മതി, അതാണ് നല്ലത്. അല്ലെങ്കിൽ ആകപ്പാട കൺഫ്യൂഷൻ ആയി പോകും. ഇതാകുമ്പോ മിസ്സിന് ഏത് നോക്കണ്ടെന്ന് ആകെ. അപ്പൊ എല്ലാരും പേര് ടൈപ്പ് ചെയ്തിട്ടോ. കണ്ടിന്യൂ ചെയ്തോട്ടോടാ, ഞാൻ കൊടുത്തിട്ടുണ്ട്. ഞാന് അതാ മെസ്സേജ് അയച്ചത്.
എന്താ ചിഹ്നം? ബാഗിന്റെ മോളില് ആ ഓക്കെ ഓക്കെ നോക്ക്. ആ ഓക്കെ. ഓക്കെ, അപ്പൊ ഓരോരുത്തരായിട്ട് കാണിച്ചോളൂ കേട്ടോ. ഓക്കെ മിസ്, നെയിം ഇട്ടിട്ടുണ്ട് മിസ്. മിസ് പേര് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് പിക്ചർ വീലാണ് മിസ്. പേര് നമ്പർ വീലാണ് പിൻ കേട്ടോ. ചെയ്യട്ടെ. നമ്പർ വീൽ. പിൻ ചെയ്തിട്ടുണ്ട്, നോക്കിക്കോളൂ നിങ്ങള്. ഓക്കെ മിസ്. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. എവിടെ നിന്ന് കിട്ടി പിക്ചേഴ്സ് ഒക്കെ? പിക്ചേഴ്സ് ഇവിടെ മോളുടെ ബുക്ക് ഉണ്ടായിരുന്നു മിസ്, അതിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. പിന്നെ ഇതൊക്കെ ഇതേപോലെ തന്നെ നമുക്ക് കിട്ടി സ്റ്റിക്കേഴ്സ്. അപ്പൊ അങ്ങനെ കറക്റ്റ് ആക്കി വെട്ടിയെടുത്തതാ. മോൾക്കും ഉപകാരപ്പെടും മിസ്. മോൾ ഇപ്പൊ LKG ആണ്. അപ്പൊ മോൾക്ക് ഇതേപോലെ പറഞ്ഞു കൊടുക്കാനൊക്കെ ഉപകാരപ്പെടും. ഇപ്പൊ ABCD പഠിച്ചോണ്ടിരിക്കുക. മിഡില് സ്ക്രൂ ആണ് മിസ്. സ്ക്രൂ ആണ്. നമ്മുടെ ഇതാണ് നെറ്റ് ആൻഡ് ബോൾട്ട് വെച്ചേക്കണേ. നന്നായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു മിസ്. ഇത് നമ്മുടെ വീല് എവിടെ നിന്ന് കിട്ടി? എന്തുകൊണ്ടാ ചെയ്തേ? വീല് ഇത് കേക്കിന്റെ ബോർഡാണ്. കേക്കിന്റെ ബോർഡാണ്. കേക്കിന്റെ ബോർഡ് 2 സൈസിലെ കിട്ടി മിസ്. ചെറുതും കിട്ടി വലുതും കിട്ടി. അപ്പൊ അങ്ങനെ 2 ഒരേപോലെ സൈസ് എടുത്തിട്ട് ഒട്ടിച്ചു. ഓക്കെ, വെരി ഗുഡ്. ഏകദേശം ഒരു അളവ് വെച്ചിട്ട്. ഓക്കെ മിസ്, താങ്ക് യു മിസ്. ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ ജയശ്രീ. ഓക്കെ, താങ്ക് യു മിസ്. ബോക്സിലെ പേര് ടൈപ്പ് ചെയ്തിട്ടുണ്ടോ മിസ്? അടുത്തത് ഞാനാണ് ചിന്നു. ചിന്നു അല്ലേ? ഇതാണ് ചെയ്തത്. ഇതാണ് ചെയ്തത്. മെസ്സേജസിൽ പേര് ടൈപ്പ് ചെയ്തിട്ടുണ്ട് മിസ്. ഇത് പിക്ചർ വീല്, ഇത് നമ്പർ വീല്. ഫിംഗർ വെച്ചിട്ടാണല്ലേ ഉള്ള? നല്ല ഭംഗിയുണ്ട്. ഒരു വെറൈറ്റി ആയിട്ടുണ്ടല്ലേ? താങ്ക് യു മാം. മോളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് അടിച്ചു മാറ്റിയതാണ്. എല്ലാവരും കുട്ടികളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് അടിച്ചു മാറ്റിയതാണ്. LKGയുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ടായിരുന്നു എല്ലാം. ഓക്കെ, നന്നായിട്ടുണ്ട്. അടുത്തത് എന്റെ ആണേ. നമ്പർ വീല് മാം കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. പിന്നെ ഇത് പിക്ചർ വീലാണ്. അത് എനിക്ക് പിക്ചർ ചെയ്യാൻ എങ്ങനെ? അത് നമ്മുടെ പിസ്തയുടെ തൊണ്ടാണോ? പിസ്തേന്റെ തോട്. ഞാൻ അതിന് കളർ ചെയ്തിട്ട്. എല്ലാരും വെറൈറ്റി ആണ് മിസ് ചെയ്തേക്കണേ. വെറൈറ്റി ആണല്ലേ? അടിപൊളിയായിരുന്നു. എനിക്ക് ഇവിടുന്ന് ഇതേ കിട്ടാൻ വഴിയുണ്ടായിരുന്നുള്ളൂ, അതാണ്. അതെന്താണ് ഫിറ്റ് ചെയ്തിരിക്കുന്നേ? ഇത് ജസ്റ്റ് ഇതാണ് വയറില്ലേ, നമ്മളെ വയറ് കട്ട് ചെയ്തിട്ട്. വയറ് കട്ട് ചെയ്തിട്ട് പിന്നെ നമ്മളെ കുപ്പിയുടെ മൂടി വെച്ചിട്ട് ഉള്ളില് അങ്ങനെ ചെയ്തിരിക്കുന്നതാണല്ലേ? ഇവിടെ ഇപ്പൊ ഇതേ കിട്ടാൻ ചാൻസ് ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് ചെയ്തതാണ്. പിസ്തയുടെ ആ തൊണ്ടില് കളർ കൊടുത്തു അല്ലേ? പിസ്തത്തോടിന് കളർ കൊടുത്തു. പിന്നെ ഇത് ഫുള്ള് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെനിക്ക് ഇതിന്റെ ഉള്ളിൽ ഫിറ്റ് ചെയ്യാനുള്ള സാധനം കിട്ടാത്തോണ്ട് ജസ്റ്റ് ഇത് മാത്രം പിക്ചർ മാത്രം ഞാൻ കാണിച്ചു തരാം. ഞാൻ വാട്ടർ ആനിമൽസിന്റെ പിക്ചേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. അതെനിക്ക് ഫിറ്റ് ചെയ്യാനുള്ള സാധനം കിട്ടിയിട്ടില്ല, അതുകൊണ്ട് അങ്ങനെ തന്നെ വെച്ചത്. ഓക്കെ മാം, താങ്ക് യു. അടുത്തത് ഞാനാണ്. പിക്ചർ വീല് ഞാനൊന്ന് പിൻ ചെയ്തേക്കാം. കാണുന്നുണ്ടോ മിസ്സേ? കാണുന്നുണ്ട്. ഇത് പിക്ചർ ആണല്ലേ? പിക്ചർ അല്ലേ ടെസ്റ്റ് ചെയ്തിരിക്കുന്നേ? ഇത് കുട്ടികളുടെ ടെക്സ്റ്റ് ബുക്ക് മോഷ്ടിച്ചതാ. നന്നായിട്ടുണ്ട്.
നമ്പർ വീല് അല്ല അത് വേർഡ് വീൽ അല്ലേ? ഓക്കെ, പിക്ചർ വീൽ. ഓക്കെ, രണ്ട് നന്നായിട്ടുണ്ട് കേട്ടോ. എല്ലാവരും Okay, നല്ല ma'am. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. മാം അടുത്തത് ഞാനാണ്. ഓക്കെ ഓക്കെ, രമ്യ. ഇത് നമ്പർ വീലാണ് മിസ്. കാണുന്നുണ്ടോ മിസ്? കാണുന്നുണ്ട്, കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. നന്നായിട്ടുണ്ട്. എല്ലാരും ബോക്സുകളിലാക്കിയല്ലേ? അത് വരച്ചതാണോ? അത് ആ നമ്പേഴ്സ് എഴുതിയതാണോ? നമ്പേഴ്സ് എഴുതിയതാ മിസ്, വൈറ്റ്നർ കൊണ്ട് എഴുതിയതാ. രമ്യയാണ് മിസ്. രമ്യ ആദ്യം ചെയ്തിട്ട് ഞങ്ങൾക്ക് ഫോട്ടോ അയച്ചപ്പോഴാണ് മിസ് നമുക്കൊരു ഐഡിയ കിട്ടിയത്. രമ്യയാണ് ഫസ്റ്റ് നമുക്ക് ഗ്രൂപ്പിൽ അയച്ചത് മിസ്. ആണല്ലേ? മിസ് എനിക്ക് കേക്കിന്റെ വലിയ ബോർഡ് കിട്ടിയില്ല മിസ്, ചെറുത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതൊരു കാർഡ്ബോർഡിന്റെ ഷീറ്റാണ്. അപ്പൊ അത് ഓൾറെഡി ബ്ലൂവിലാണ് ഇരിക്കുന്നുണ്ടായിരുന്നത്. അപ്പൊ ബ്ലൂവിലാകുമ്പോ പിന്നെ വൈറ്റ് അല്ലാത്തതുകൊണ്ട് എനിക്ക് എഴുതാൻ പറ്റില്ല. അപ്പൊ പെട്ടെന്ന് തോന്നിയതാണ് മാർക്കർ കൊണ്ട് വൈറ്റിൽ എഴുതിയതാണ്. പിക്ചേഴ്സ് ഒക്കെ പിന്നെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് പറഞ്ഞ പോലെ തന്നെ കുട്ടികളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് LKG ടെക്സ്റ്റിൽ നിന്നൊക്കെ അടിച്ചു മാറ്റിയതാ മിസ്. അതുപോലെ ഇത് പിക്ചർ. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു മാം. മിസ് അടുത്തത് ഞാനാണേ. ആ, ഇത് നമ്പർ വീല്. കാർഡ്ബോർഡാണ്. കാർഡ്ബോർഡ് വെട്ടി റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് ഇത് CD ഇല്ല, നമ്മുടെ പഴയ CD, അത് നടുക്ക് വെച്ചേക്കണേ. ഇത് എന്റെ മൂത്ത കുട്ടിയുടെ മാലയുടെ മുത്ത. ഒന്നും കൂടി പറയാമോ? നടുക്ക് വെച്ചേക്കുന്ന റൗണ്ട് CD. ആ, സ്ക്രൂവാ ഇത്. ഓക്കെ, അതെന്ത് വെച്ചിട്ടാണ് ആ നമ്പേഴ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നേ? അത് മാലയുടെ മുത്ത്. മാലയുടെ മുത്താണല്ലേ? ഓക്കെ. ആ ബട്ടർഫ്ലൈ ഒക്കെ വരുന്നതോ, അതൊക്കെ മുത്താണോ എല്ലാരും? ബട്ടർഫ്ലൈ മുത്ത ആണല്ലേ? ഓക്കെ, അടിപൊളി. നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്? മകളുടെ അടിച്ചു മാറ്റി തന്നെ. വെറൈറ്റിയാണ്. ഇപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് ഇറങ്ങിയിട്ടുണ്ട് ഷോപ്പുകളിൽ. അതെ, ഓക്കെ ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. ഇത് കളക്ഷൻ റെക്കോർഡിന് വേണ്ടിട്ട് പിക്ചേഴ്സ് മേടിച്ചിട്ടുണ്ടോ? അതെ അല്ലേ? ഓക്കെ ഓക്കെ. മിസ് ചെയ്താ എന്റെ പിക്ചർ വീഡിയോ. ഒരു മിനിറ്റ് കേട്ടോ, ഞാനൊന്ന് പിൻ ചെയ്യട്ടെ. പ്രസന്റ് ചെയ്തോളൂ. കാണാമോ മിസ്? കാണാം. വേർഡ് ക്ലിയർ അല്ല എഴുതിയിരിക്കുന്നേ. കുറച്ചുകൂടി ഒന്ന് ബാക്കോട്ട് പിടിക്കാമോ? ഇല്ല, ഒട്ടും കണ്ണിലേക്ക് ലൈറ്റ് ഉണ്ട് തോന്നണല്ലേ? ഓക്കെ ഓക്കെ, അത് മതി. ഓക്കെ ഓക്കെ, ഓക്കെയാണ് കേട്ടോ. നമ്പർ കാർഡ്ബോർഡ് കട്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത് അല്ലേ? അതെ അതെ. ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു മിസ്. അടുത്ത ഞാനാണ് ജോസ്ന. കാണിച്ചോളൂ. കാണാമോ മിസ്? കാണാം. നമ്പർ വീലാണിതേ. അത്
സ്റ്റാർസ് മേടിച്ചതാണോ ഷോപ്പിൽ നിന്ന്? മേടിച്ചതാണ്. മേടിച്ചതാണ് അല്ലേ? പിക്ചറിൽ കാണിക്കാവേ. ഓക്കെ. കാർഡ്ബോർഡിലാണോ ചെയ്തത്? എന്തെല്ലാം ചെയ്തേ? കാർഡ്ബോർഡ് വെട്ടിയെടുത്തതാ മിസ്. നന്നായിട്ടുണ്ട് കേട്ടോ. മറ്റേ ഫാബ്രിക്കേഷൻ വർക്കിന്റെ ഡോറെ വെക്കുന്ന സ്ക്രൂ ഇല്ലേ, അതാണ് പ്ലാസ്റ്റിക്കിന്റെ തന്നെ. ഇനി ആരാണ്? ലുദിയ. ഞാൻ കാണിക്കാം മിസ്സേ. ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് മറന്നു വിട്ടുപോയി. ഓക്കെ. ശരണ്യ അല്ലേ? ശരണ്യ. ആ പിക്ചറില് കാണുന്നുണ്ടോ മിസ്സേ? കാണുന്നുണ്ട്. വേർഡ്സ് ക്ലിയർ അല്ല. അതെന്ത് സംഭവം? അത് ചുറ്റും നല്ല ഭംഗിയുണ്ടല്ലോ കാണാനായിട്ട്, കളർഫുൾ ആണല്ലോ. അത് ചാർട്ട് പേപ്പർ കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചതാണ്. ചാർട്ട് പേപ്പർ അങ്ങനെ കട്ട് ചെയ്തോ? അങ്ങനെ ഡിസൈൻ ചെയ്തോ? എന്നിട്ട് കാർഡ്ബോർഡിലാണോ ചെയ്തേ? അല്ല, കേക്കിന്റെ ബോർഡ്, കേക്ക് ബോർഡ്. എന്നിട്ട് അതിനകത്ത് ഒട്ടിച്ചു പേസ്റ്റ് ചെയ്തല്ലേ? എന്നിട്ട് അതിന്റെ നടുക്കിലത്തെ കാർഡ്ബോർഡാണ്. നടുക്കിലത്തെ ചെറുതുണ്ടല്ലോ അത് കാർഡ്ബോർഡ്, വലിയത് റൗണ്ടില്ലേ അത് കേക്ക് ബോർഡ്. അതില് മോളിത് ഒട്ടിക്കിരുന്നാണോ അത് ഡിസൈൻ ചെയ്തത്, അങ്ങനെ ആക്കിയത്? നല്ല രസമുണ്ടല്ലോ കാണാനായിട്ട്. ഞാൻ ഒട്ടിച്ചതാണ്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. വെറൈറ്റി ആയിട്ടുണ്ട്. മാലയുടെ മുത്ത്, പിന്നെ ഡ്രസ്സിന്റെ ഒക്കെ അങ്ങനൊക്കെ എടുത്തിട്ട് ഒട്ടിച്ചതാണ്. അങ്ങനെയൊക്കെ എടുത്തല്ലേ? ഓക്കെ. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ, നല്ല ഭംഗിയുണ്ട്. മിസ്സേ ഞാൻ കാണിക്കട്ടെ മിസ്സേ? കാണിച്ചില്ല. ഒരു മിനിറ്റ് കേട്ടോ. ഓക്കെ. നമ്പർ വീല് അല്ലേ? പിക്ചർ വീല്. ഓക്കെ. എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട്. എനിക്ക് സന്തോഷമായി. ഞാനൊരു കഴിഞ്ഞ വീക്കാണെന്ന് തോന്നുന്നില്ല കാണിച്ചത്. നിങ്ങളിത് എപ്പോഴായിരുന്നു കാണിച്ചത്? കഴിഞ്ഞ ക്ലാസ്സിലാണോ? ലാസ്റ്റ് ക്ലാസ്സിലാണ്. അപ്പൊ അത്രയും സമയമായിട്ടുള്ളൂ. അതിനുള്ളിൽ നിങ്ങൾ ഒരുവിധം എല്ലാവരും ഇത് ചെയ്തു എന്നുള്ളത് എല്ലാവർക്കും കാണിച്ചു. സുധാ, ഞാൻ കാണിക്കട്ടെ മാം? ഫസീനയാണോ? അതെ. ഓക്കെ. വൗ. കേക്ക് ഇരിക്കുന്നത് പോലെ തോന്നുന്നത് എനിക്ക്. കേക്ക് ഉണ്ടല്ലോ ഇല്ലേ? അങ്ങനെ തോന്നി ആർക്കെങ്കിലും? കട്ട് ചെയ്യാൻ തോന്നുന്നു. അത്രയും ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? അതെ മിസ്, കേക്ക് പോലെ ഉണ്ട്. കേക്കിന്റെ ബോർഡാണ് അടിയിൽ വെച്ചിട്ടുള്ളത്. കേക്കിന്റെ ബോർഡാണ് അല്ലെ? നല്ല കളർഫുൾ ആയിട്ടുണ്ട്. ഇപ്പൊ എല്ലാ മോഡലും കേക്ക് ഇറങ്ങുന്നുണ്ടല്ലോ മിസ്. ഇപ്പൊ എല്ലാത്തിലും അവരിങ്ങനെ ഷേപ്പില് വരുന്നുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. താങ്ക് യു മിസ്സേ. ഞാൻ കാണിക്കട്ടെ? രമ്യ അല്ലേ? ഒരു മിനിറ്റ്, ഞാൻ വരാം. എല്ലാവർക്കും കാണിക്കാം കേട്ടോ. ഒരു മിനിറ്റ്. രമ്യയുടെ പ്രസന്റ് ചെയ്തോളൂ. കാണാമോ മിസ്സേ? കാണാം. ഓക്കെ. അതൊക്കെ പിക്ചേഴ്സ് ആണ് അല്ലേ? പേസ്റ്റ് ചെയ്തതല്ലേ? പിക്ചേഴ്സ്.
അത് എന്തായിരുന്നു, കാർഡ്ബോർഡ് ആണോ അല്ലെങ്കിൽ കേക്കിന്റെ ഇത് ബോർഡാണോ? കാർഡ്ബോർഡാണ്, കാർഡ്ബോർഡ് കട്ട് ചെയ്തിട്ട് ചെയ്തതാണ്. ചെയ്തതാണ് അല്ലേ? ഓക്കെ, നന്നായിട്ട്. ഇത് പിക്ചർ വീല്. പിക്ചർ വീൽ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. മിസ്സേ ഞാൻ കാണിക്കട്ടെ. പിള്ളേരുടെ കളിക്കുന്ന സാധനം കൊണ്ട് കണക്ട് ചെയ്ത്. അതെന്തായിരുന്നു അത്? അത് ഈ ഇവരുടെ എന്തോ ചെറിയൊരു സാധനം ഇങ്ങനെ വെച്ച് കറക്കി കറക്കി എടുക്കുന്നില്ലേ, ആ അതിന്റെ ഒരെണ്ണം കളഞ്ഞു കിട്ടിയതാണ്. അതല്ലേ, അത് വെച്ചിട്ട് ചെയ്തതാണ്. അതെ. സ്പിന്നറാണോടാ? സ്പിന്നർ അല്ല, സ്പിന്നറിന്റെ ആണോ? സ്പിന്നറിനാണെങ്കിൽ പറയാം, പക്ഷെ ഇതിന്റെ മേളിൽ ഒരു സാധനം കൂടെ ഉണ്ടാവും. അതിന് ഈ പേപ്പർ കാർഡ് പോലെ ഓക്കെ ഓക്കെ. ഇങ്ങനെ ഓക്കെ ഓക്കെ. അതില് കണക്ട് ചെയ്തതാ. നന്നായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു മിസ്സേ ഞാൻ കാണിക്കട്ടെ. ഐശ്വര്യ കാണിച്ചോളൂ കേട്ടോ. ഐശ്വര്യയുടെ ഒരു വെറൈറ്റി ആണ് മിസ്. വെറൈറ്റി ആണ്. അതെ. അയ്യോ കാണുന്നില്ലല്ലോ, അവിടെ പോയി. അതെ, കാണുന്നുണ്ടോ മിസ്? എന്റെ ഭംഗിയിലെന്താ? നല്ല ഭംഗിയുണ്ട് കേട്ടോ. റൗണ്ട് കളറിലെ ഇത് കണ്ടോ, ലഡ്ഡു പോലെയൊക്കെ തോന്നും നമുക്ക്. പിന്നെ നമ്പർ വീല് കാണിക്കോ? നമുക്ക് കാണിക്കും നമ്പർ വീല്. 1 2 3. ഇത് എനിക്ക് ഇവിടെ ഒരു ചൈനീസ് ഷോപ്പിൽ പോയപ്പോ ഇങ്ങനെ കൊറേ ഇതുണ്ടായിരുന്നു. അപ്പൊ ഞാനൊരു വെറൈറ്റിക്ക് വേണ്ടി അത് എടുത്ത. പക്ഷെ ഇത്തിരി സൈസ് വലുതായി പോയോ എന്നൊരു ഡൗട്ട്. UAE-യിലാണ് മിസ്. ഓക്കെ ഓക്കെ. പക്ഷെ ഇത് എന്തായാലും എല്ലാ സൈസിലുള്ളത് കിട്ടിയിട്ടുണ്ട്. ഇതെങ്ങനെ ഒട്ടുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എല്ലാം കിട്ടി, നല്ല ഭംഗിയായിട്ടുണ്ട്. ജെംസ് ആണോ? ഇത് കാർഡ്ബോർഡിലാണ്. ഇത് ജെംസ് അല്ല, ഇതിങ്ങനെ ഒരു സൂചി പോലെ അതിങ്ങനെ ഇറക്കി വെച്ചിരിക്കുക. അത് തന്നെയാണ് സെന്ററിലും കറക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. അതിന് വേണ്ടി സെക്യൂർ ചെയ്യാൻ വേണ്ടി മേടിച്ചത്. അപ്പൊ ഞാൻ അതിന്റെ കളേഴ്സ് ഉള്ളതുകൊണ്ട് അത് അവിടെ നോ 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 ചെറിയ വൈറ്റ് കളർ എന്തായിരുന്നു ഇപ്പൊ കുഞ്ഞു പിടിച്ചത്? ഇതാണോ? 3ന്റെ നേരെ കാണുന്നത്. 3 ഇതൊരു തടിയുടെ ഒരു ഉണ്ടയാണത്. പിന്നെ അതിന്റെ ഇതും തടിയുടെ തന്നെയാ, തടിയുടെ തന്നെ. ഇത് മാലയുടെ ഒരു മുത്ത് ടൈപ്പ് തടിയുടെ. പെട്ടെന്ന് പാനിപൂരിയുടെ ഒക്കെ ഒരു ബോൾ ഓർമ്മ വരും മിസ്. ഞാനത് ആദ്യമേ ചോദിച്ചായിരുന്നു, പറഞ്ഞായിരുന്നു. നല്ല രസമുണ്ട് കാണാനായിട്ട്. എല്ലാവരും നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരും തന്നെ. താങ്ക് യു മിസ്. ഓക്കെ മിസ്സേ ഞാൻ കാണിക്കാം. പ്രഫുല്ല, ഒരു മിനിറ്റ് ഇട്ടോ. മിസ്സേ ഈ ബാക്ക് ക്യാമറ അങ്ങനെ ഓൺ ആക്കുന്നത് ഉള്ളിൽ കാണുന്നില്ല. കാണുന്നുണ്ടോ മിസ്സേ? കാണുന്നുണ്ട്. ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. മിസ് രജിഷയ്ക്ക് ക്യാമറ ഓൺ ആക്കാൻ പറ്റുന്നില്ല പറഞ്ഞു കൊടുക്കുമെന്ന് ചോദിക്കുന്നുണ്ട്. അതെ, അതൊക്കെ പിക്ചർ ആണോ മോളെ? പിക്ചർ പേസ്റ്റ് ചെയ്തിരിക്കുന്നതാണോ? പിക്ചേഴ്സ് ആണ്. നാത്തൂന്റെ മോന്റെ ടെക്സ്റ്റ് ഒന്ന് അടിച്ചു മാറ്റിയതാ. എന്റെ കുട്ടിക്ക് പഠിക്കാനുള്ള പരുവായിട്ടില്ല. ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു മിസ്. ഞാൻ കാണിക്കാം മാം. ബിന്ദുജ. നമ്പർ വീല്. അതെന്തായിരുന്നു മോളെ? മുത്താണോ? എന്താണ് പേസ്റ്റ് ചെയ്തിരിക്കുന്നത്? മുത്താണ് മാം. പിക്ചർ വീൽ. ഓക്കെ മാം, താങ്ക് യു.
മിസ്സേ ഞാൻ കാണിച്ചോട്ടെ. ഹലോ മിസ്, ഞാൻ ഹലോ ഒരു മിനിറ്റ്. ഓക്കെ സുധ, സുധ പിക്ചർ വീലാണ് കേട്ടോ മിസ്സേ. നമ്പർ വീല് എന്റെ മുഖത്ത് ഒട്ടുന്നുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ നെറ്റ് ക്ലാസ്സിൽ കാണിക്കാവേ. ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു. മിസ്സേ ഞാൻ കാണിച്ചോട്ടെ. ഓക്കെ, ഇത് നമ്പർ പിക്ചർ വീട് അല്ലേ? ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു മിസ്. ഓക്കെ ഓക്കെ, അപ്പോ കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം, സമയം വൈകി. ഓക്കെ, സേഫ്റ്റി. സേഫ്റ്റി എടുത്തു തുടങ്ങിയായിരുന്നോ? ഇല്ലല്ലോ, എടുത്തു തുടങ്ങിയായിരുന്നോ? മിസ് ഇല്ല, മിസ് സേഫ്റ്റി എടുത്തിട്ടില്ല. എടുത്തിട്ടില്ല അല്ലെ? ഹെൽത്ത് ചെക്കപ്പാണ് എടുത്തത്. ഓക്കെ മിസ്, ഞാൻ അടുത്ത ക്ലാസ്സിൽ കാണിക്കും. മതി. ഇന്ന് കാണിക്കാൻ പറ്റാത്തവര് അടുത്ത ക്ലാസ്സിൽ കാണിച്ചാൽ മതി കേട്ടോ. ഓക്കെ, നിങ്ങൾ ചെയ്തല്ലോ, എനിക്ക് സന്തോഷമായി. ഞാൻ പറഞ്ഞത് കോഴ്സ് കഴിയുന്നതിന് മുമ്പ് ചെയ്യാനാണ്, പക്ഷെ നിങ്ങള് ഈ ആഴ്ച തന്നെ ചെയ്ത് കാണിച്ചു. നല്ല കുട്ടികൾ കേട്ടോ, നിങ്ങൾ നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികളാണ്. അന്ന് തന്നെ ചെയ്തിട്ട് എനർജറ്റിക് ആണ്, പിന്നെന്താണ്, നല്ല ആത്മാർത്ഥതയുള്ള കുട്ടികളാണ്. ഒരാള് പറയൂ, എന്താണ് ശരണ്യ എന്താ പറയാൻ വന്നത്? ഞാൻ അന്ന് തന്നെ ചെയ്തു, മിസ് പറഞ്ഞു അന്ന് തന്നെ ചെയ്തു രാത്രി. മിസ്, ഞാൻ മോളെ ചെക്കപ്പിന് വേണ്ടി നാട്ടിൽ പോയതായിരുന്നു, ചെയ്യാൻ കഴിയാഞ്ഞത്. മതി മതി, സമയം കിട്ടുന്നതനുസരിച്ച് ചെയ്താൽ മതി കേട്ടോ. എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാറ്റി വെച്ചോളൂ, യാതൊരു കുഴപ്പമില്ല. ചെയ്യാൻ പറ്റുന്നവര് ചെയ്യാം, അല്ലാത്തവർക്ക് ഡ്യൂറേഷൻ, അതായത് പ്രത്യേക എന്താ പറയാ ഒരു ടൈം പീരീഡ് ഇല്ല ഇതിന്. അത് ഞാൻ അന്നേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ എല്ലാവരും സേഫ്റ്റി ഒന്ന് റീഡ് ചെയ്തോളൂ കേട്ടോ. സേഫ്റ്റി ഞാൻ വായിക്കാം മാം. ഓക്കെ. Safety. Capable provision for the safety of children at home or outside is an aspect not to be delayed. Keeping medicines, chemicals, and other dangerous items out of reach of children, keeping electrical wires insulated and putting away broken pieces of glass, cleaning or spilled water or oil on the floor, etc. are important steps towards safety. First aid measures should be available instantly. Moreover, care should also not be allowed to play risky games or burn fireworks alone. Safety measures should also be taken even when they travel by vehicles to and from school. Okay. സേഫ്റ്റി എന്ന് പറയുമ്പോ ഇവിടെ എന്താ മെയിൻ ചെയ്യുന്നത്? വായിച്ചു കഴിയുമ്പോ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. സുരക്ഷ. ആരുടെ സുരക്ഷ? കുട്ടികളുടെ സുരക്ഷ. കുട്ടികളുടെ സുരക്ഷ അല്ലെങ്കിൽ അവരുടെ സേഫ്റ്റി ആണ് ഇതിനകത്ത് പറയുന്നത് അല്ലേ? നമ്മളെല്ലാവരും കുഞ്ഞുങ്ങളെ സേഫ് ആയിട്ട് വെക്കാറുണ്ട് അല്ലേ? ഉണ്ടല്ലോ. നമ്മളൊക്കെ അമ്മമാരാണ്, അതുകൊണ്ട് തന്നെ അതിന് അത്രയും ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കാറുണ്ട് അല്ലെ? കുട്ടികളുടെ നമ്മളെക്കാൾ ഉപരി നമ്മള് നമ്മുടെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കാറുണ്ട്. അതുപോലെ തന്നെ അവർക്ക് നമ്മള് സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യാറുണ്ട്, സംരക്ഷണം കൊടുക്കാറുണ്ട് അല്ലെ? അത് വീട്ടിനകത്തായാലും വീടിനുള്ളിലായാലും വീടിന് പുറത്തായാലും എന്ത് ചെയ്യുന്നുണ്ട്? നമ്മള് കുഞ്ഞിന്റെ സേഫ്റ്റിയെ കുറിച്ച് അവെയർ ആണ്. ഓക്കെ, അപ്പോ ഈ ഒരു നമ്മുടെ ടെക്സ്റ്റ് ബുക്കില് സേഫ്റ്റി എന്ന് പറയുന്ന ഭാഗത്തിൽ പറയുന്നത് വീട്ടിലോ അല്ലെങ്കിൽ പുറത്തോ ഉള്ള കുട്ടികളുടെ
സുരക്ഷയുമായി ബന്ധപ്പെട്ട് അതിന് നമ്മൾ കാലതാമസം വരുത്താനായിട്ട് പാടില്ല. നമ്മൾ നിർബന്ധമായും ചെയ്യേണ്ട ഒരു കാര്യമാണെന്ത്, കുട്ടികൾക്ക് സേഫ്റ്റി കൊടുക്കുക അല്ലെങ്കിൽ അവർക്ക് സുരക്ഷ കൊടുക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ അതിൽ വീട്ടിൽ തന്നെയാണ് നമ്മൾ ചില കാര്യങ്ങൾ തുടങ്ങുന്നത്. സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ചില കാര്യങ്ങൾ വീട്ടിൽ നിന്ന് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന്റെ മുന്നോടിയായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അപ്പോ ആ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. ആദ്യത്തേതെന്ന് പറയുന്നത് മരുന്നുകള്, മെഡിസിൻസ്, അതുപോലെ കെമിക്കൽസ്, ഡേഞ്ചറസ് ആയിട്ടുള്ള ഒബ്ജക്റ്റുകൾ, അപകടകരമായിട്ടുള്ള വസ്തുക്കള് കുട്ടികൾക്ക് ലഭ്യമാകാതെ സൂക്ഷിക്കുക. ഓക്കെ, അതായത് കുഞ്ഞു കുട്ടികളൊക്കെ ആണെങ്കിൽ നമ്മൾക്കറിയാം, അവര് ഇപ്പൊ 1-2 വയസ്സ് പ്രായമുള്ള അല്ലെങ്കിൽ 1-3 ഇടയിൽ പ്രായമുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ അവർ ഓടി നടക്കുന്ന ഒരു സമയമാണ് അല്ലെ. അപ്പൊ അവർക്ക് ചിലപ്പോൾ അറിയാൻ പറ്റില്ല എന്താണെന്നുള്ളത്. ഓരോ കാര്യങ്ങൾ അവർ തിരിച്ചറിയുന്നതിന് കാലതാമസം വരും. അപ്പോ ഡൈനിങ് ഏരിയയിലൊക്കെ നമ്മളിപ്പോ മുതിർന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ, വീട്ടിൽ പ്രായമായിട്ടുള്ള അച്ഛനമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ മരുന്നുകൾ കഴിക്കുന്ന ആളുകളാണ് അല്ലെ. അപ്പൊ അവര് മരുന്നുകളൊക്കെ കഴിച്ചിട്ട് ആ മരുന്നുകൾ ഡൈനിങ് ടേബിളിന് മുകളിൽ വെക്കുകയോ അല്ലെങ്കിൽ ടി വി സ്റ്റാൻഡിന്റെ അവിടെ വെക്കുകയോ അല്ലെങ്കിൽ കുട്ടികളുടെ കയ്യെത്തുന്ന രീതിയിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെക്കുകയോ ആണെങ്കിൽ, ആരുമില്ലാത്ത സമയമാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ. ചിലപ്പോ അമ്മമാരൊക്കെയാണ് ചിലപ്പോ കിച്ചണിലോട്ടോ അല്ലെങ്കിൽ പുറത്തോട്ടൊക്കെ ചിലപ്പോ മാറിയെന്നിരിക്കാം, വീടിന്റെ പുറത്തോട്ടൊക്കെ. അപ്പൊ കുഞ്ഞുങ്ങള് ഈ ഒരു സാഹചര്യത്തില് ചിലപ്പോ ആ മരുന്നുകളൊക്കെ എടുത്ത് തുറക്കുകയും അത് കുടിക്കുകയും പിന്നീട് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാനായിട്ട് ചാൻസ് കൂടുതലാണ്. മാം, എനിക്ക് അങ്ങനെ ഒരു ഇൻസിഡന്റ് പറ്റി. എന്റെ മോനാണെങ്കിൽ കുഞ്ഞിലെ ആണെങ്കിൽ ഉറുമ്പിന് ഒഴിക്കാൻ വേണ്ടി മണ്ണെണ്ണ കൊണ്ടുവച്ചിരുന്നു വേറൊരു കുപ്പിക്കകത്ത്. ഫ്രൂട്ടിയുടെ കുപ്പിയിൽ ഹോളിട്ടിട്ട് മണ്ണെണ്ണ കൊണ്ടുവച്ചിരുന്നു. അവനാണ് 2.5 വയസ്സുള്ളപ്പോ അതെടുത്ത് കുടിച്ച്. അങ്ങനെ പിന്നെ ഭയങ്കര ഛർദിലായി, വൊമിറ്റിങ് കൂടിയപ്പോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഞങ്ങളും അറിഞ്ഞില്ലായിരുന്നു ഇത്. എന്നിട്ട് വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ കുഞ്ഞിന്? ബിൻസി പോയോ മിസ്? അതേപോലെ മിസ്, എന്റെ മോള് 4 വയസ്സാണ്. എന്നാലും മറ്റേ ഹിറ്റൊക്കെ ഇല്ലേ, അതൊക്കെ എടുത്ത ആള് ഇങ്ങനെ കളിക്കലും. അതേപോലെ തന്നെ എനിക്ക് സംശയമുണ്ട് വായിലൊക്കെ ഇടുന്നുണ്ടോന്ന്. അതുകൊണ്ട് അത് ഞാൻ പറയും ഹസ്ബൻഡിനോട് മാറ്റി വെക്കണം. എവിടെയെങ്കിലും താഴെയൊക്കെ ഉണ്ടെങ്കിലേ ഭയങ്കര പ്രശ്നം. അവള് എടുത്ത് കളിക്കുന്നുണ്ട്, അത് ഭയങ്കര ഡേഞ്ചർ അല്ലേ. പിന്നെ എന്റെ കുഞ്ഞ് 1.5 വയസ്സുള്ളപ്പോഴാണ് മോനാണെങ്കിൽ പാരസെറ്റമോളിന്റെ സിറപ്പ് ഒരു കുപ്പിയില്ലേ അത് ഫുള്ള് അങ്ങ് എടുത്ത് കുടിച്ചു. മൂത്ത കുട്ടിക്ക് എടുത്ത് കഴിച്ചിട്ട് കൊടുത്തിട്ട് ജനലിന്റെ സൈഡിൽ വെച്ചിരുന്നു രാത്രിയില് പനിയായിട്ട്. അപ്പൊ രാവിലെ എഴുന്നേറ്റത് അവൻ കുപ്പിയെ കണ്ടത് ജനലിന് മറിഞ്ഞിരുന്ന ഫുള്ള് കുടിച്ചു. എന്നിട്ട് അപ്പൊ തന്നെ ഡോക്ടറിന് നമ്പർ ഉണ്ടായിരുന്നു. അപ്പൊ തന്നെ ഡോക്ടറിനെ വിളിച്ച് ചോദിച്ചപ്പോ അടുത്ത ഹോസ്പിറ്റലിൽ എത്രയും പെട്ടെന്ന് കാഷ്വാലിറ്റിയിൽ എത്തിക്കാൻ പറഞ്ഞു. ഞങ്ങളിവിടെ അടുത്ത ഹോസ്പിറ്റലിൽ വേഗം എത്തിച്ചു. അപ്പൊ തന്നെ മൂക്കിക്കോടെ ഓസിട്ടിട്ട് വയറ്റിൽ നിന്നെല്ലാം വലിച്ചു കളഞ്ഞു. പിന്നെ കോലഞ്ചേരി ഇവിടെ അടുത്താണ്, കോലഞ്ചേരി ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരു ദിവസം ഒബ്സർവേഷൻ വെച്ചിട്ടാണ് ഞങ്ങളെ വിട്ടത്. വേറെ കിഡ്നിയൊക്കെ ടെസ്റ്റ് ചെയ്തപ്പോ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. എന്റെ മോനും പറ്റിയിട്ടുണ്ട് മാം. ഇതുപോലെ സ്പൈഡർമാന് സമയത്തുണ്ടല്ലോ മാം, അവൻ മാറാപ്പ് എടുത്ത് കഴിച്ചു. കഴിച്ചാല് സ്പൈഡർമാൻ ആവുന്ന് പറഞ്ഞിട്ട്. എന്റെ മോനും മാം സ്നീസിങ്ങിന്റെ ഒരു സിറപ്പ് വരുന്നുണ്ട്, ഓറഞ്ച് ഫ്ലേവറിന്റെ. അത് അവന് ഭയങ്കര ഇഷ്ടമായിരുന്നേ. അപ്പൊ ഒരു ദിവസം ഞാൻ കുളിക്കാൻ കയറിയെടുത്ത് ഇതേപോലെ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവൻ ആകെ ഒരു ഹാഫ് ബോട്ടിൽ ഉണ്ടായിട്ടുള്ളൂ, അത് മൊത്തം കുടിച്ചു. ഞാൻ വരുമ്പോഴത്തേക്ക് അതിന്റെ മൂടിയില്ല, ഒന്നുമില്ല. എന്നിട്ട് പിന്നെ ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ പറഞ്ഞു അത് ഡോസ് കുറഞ്ഞോണ്ട് അത്ര എഫക്റ്റ് ആയില്ല, അതുകൊണ്ട് രക്ഷപ്പെട്ടു. ഇതുപോലെ എന്റെ മോളും ഒരു 2.5 വയസ്സുള്ളപ്പോ ബാറ്ററി വാട്ടർ ഇല്ലേ മാം, അതെടുത്ത് കുടിച്ചായിരുന്നു. എന്നിട്ട് ഞങ്ങൾ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ഫസ്റ്റ് ബ്ലഡ് ടെസ്റ്റ് ചെയ്തിരുന്നു എന്തെങ്കിലും പ്രശ്നമായിട്ടുണ്ടോ. അപ്പൊ അതില് നോർമൽ ആയതുകൊണ്ട് വേറെ കാര്യങ്ങളൊന്നും ചെയ്തില്ല. 24 മണിക്കൂർ ഞങ്ങളവിടെ ഹോസ്പിറ്റലിൽ നിന്നു. എന്നിട്ട് കൊച്ചിന് കുഴപ്പമൊന്നും ഇല്ലാതെ വന്നു.
ഡിസ്ചാർജ് ആയി പോകുന്നു. ഇൻവെക്ടർ ഒഴിക്കാനായിട്ട് വെച്ചതാണ്. വെച്ചത് മിനറൽ വാട്ടറിന്റെ കുപ്പിയിലായിരുന്നു. ഇവള് ഇതെടുത്ത് കുടിച്ച്. ഞങ്ങള് കുടിച്ചു കഴിഞ്ഞാണ് കാണുന്നത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അതിൽ പിന്നെ ഒരു സാധനം ഞങ്ങൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും കുട്ടികളുടെ കയ്യെത്തണ വഴി വെക്കാറില്ല. എല്ലാം വേണ്ട വെച്ചു. പലർക്കും പല എക്സ്പീരിയൻസ് ആണുള്ളത്. ഞാന് ഇത് തന്നെ നമ്മുടെ മുന്നത്തെ ബാച്ചില്, പണ്ടത്തെ ബാച്ചില് ഈ ഒരു ഇതുമായി ബന്ധപ്പെട്ട് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട്, അതായത് ഈ ചാപ്റ്റർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ സേഫ്റ്റി എന്ന് പറയുന്ന ടോപ്പിക് എടുക്കുന്ന സമയത്ത് ഒരു കുട്ടി ഒരു അവരുടെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തതാണ്. അതായത് കുട്ടി കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുട്ടിയുടെ കയ്യില് മുത്തുമാല കിട്ടിയായിരുന്നു. മുത്തുമാല ഉണ്ടല്ലോ, ആ സംഭവം കിട്ടിയായിരുന്നു. അപ്പൊ അത് കുട്ടി എടുത്ത് നല്ല രീതിയിൽ, അതായത് കുട്ടി കളിക്കുന്നതിന്റെ ഇടയിൽ അത് പൊട്ടി. ഇതൊന്നും ഇവര് പിന്നീടാണ് കേട്ടോ ഇവരത് ഇമാജിൻ ചെയ്തതാണ്. കറക്റ്റ് ആയിട്ട് ഇത് ആണോ എന്ന് പോലും അവർക്കറിയില്ല. ഇൻസിഡന്റ് അവർ കണ്ടിട്ടില്ല. പൊട്ടിയതിന്റെ ഇടയ്ക്ക് ഈ മുത്ത് എടുത്തിട്ട് കുട്ടി മുകളിലോട്ട് ഇങ്ങനെ പൊക്കി. മുത്ത് എടുത്തിട്ട് മുകളിലോട്ട് പൊക്കി. മുകളിലോട്ട് പൊക്കിയെ വായിലോട്ടല്ല പോയത്, മൂക്കിലോട്ട് കയറിപ്പോയി. കുട്ടിക്ക് ആ സമയത്ത് യാതൊരുവിധ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ കുട്ടിക്ക് ഭയങ്കരമായിട്ട് ജലദോഷം വരുന്നു, കുട്ടിക്ക് തലവേദനിക്കുന്നു പറയുന്നു. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് മൂക്കിൽ നിന്ന് ഒരു ബാഡ് സ്മെല്ല് വരുന്നുണ്ട്, ഒരു കെട്ട മണം എന്നാ പറയാ, അത് വരുന്നുണ്ട്. അപ്പൊ ഇവര് കുറെ ഡോക്ടേഴ്സിനെ കാണിച്ചു, 1ഉം 2ഉം അല്ല, കുറെ ഡോക്ടേഴ്സിനെ കാണിച്ചു. അപ്പൊ ഡോക്ടേഴ്സ് ഒക്കെ പറഞ്ഞത് കഫക്കെട്ടിന്റെ ആണ്, അലർജിയുടെ ആണ്. പിന്നെ അതുപോലെ തന്നെ കുട്ടിയുടെ പ്രായം അതാണല്ലോ, അപ്പൊ കഫക്കെട്ടിനുള്ള മരുന്ന് കൊടുത്തു, പിന്നെ അലർജിക്കുള്ള മെഡിസിൻ കൊടുത്തു, തുമ്മല് വരാറുണ്ട് കുഞ്ഞിന്, അപ്പൊ അതിനുള്ള മെഡിസിൻസ് ഒക്കെ ഇവര് കൊടുത്തു. ഇങ്ങനെ കുറെ നാൾ ഇവര് മരുന്നുമായിട്ട് മുന്നോട്ട് പോയി. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഒരു ബാഡ് സ്മെല്ല് വരുന്ന കാരണം ഇവരെന്ത് ചെയ്തു, തൊട്ടടുത്തുള്ള ഒരു ക്ലിനിക്ക് ഉണ്ട്, അവിടെ ചെന്നിട്ട് ആ ഡോക്ടറെയും കൂടി ഒന്ന് കാണിച്ചു. ഇങ്ങനെ ഭയങ്കര സ്മെല്ലാണ് ഇടയ്ക്ക്. അപ്പൊ ആ ഡോക്ടറെ കാണിച്ചപ്പോ ആ ഡോക്ടർ പറഞ്ഞു ഒന്ന് എക്സ്റേ എടുത്ത് നോക്കാമെന്ന് പറഞ്ഞു. എക്സ്റേ എടുത്ത് നോക്കിയപ്പോ അയാൾക്ക് കുറച്ച് എന്തോ ഒരു സംശയം പോലെ തോന്നി. അതിന്റെ ഇടയ്ക്ക് മൂക്കിന്റെ എക്സ്റേ എടുത്ത് കഴിഞ്ഞതിന് ശേഷം മൂക്കില് ട്യൂബ് ഇട്ടിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കി. അപ്പൊ ഇയാൾക്ക് മനസ്സിലായി, അതായത് ഈ ഭാഗത്ത് മുത്തിരിപ്പുണ്ട്. നമ്മുടെ 2 ഐബ്രോ ഉണ്ടല്ലോ, അതിന്റെ നടുക്കായിട്ടാണ് മുത്തിരിക്കുന്നത്, കുടുങ്ങി കിടക്കുന്നത്. അതുകൊണ്ടാണ് കുട്ടി ഇടയ്ക്കിടയ്ക്ക് ഈ അസ്വസ്ഥതകൾ കാണിക്കുന്നത്, അതുപോലെ ആ ഒരു ബാഡ് സ്മെല്ല് വരുന്നത് എന്നൊക്കെ മനസ്സിലായി. അങ്ങനെ ഒരു വർഷത്തോളം എന്നാലും കുട്ടിക്ക് ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവൂലേ മിസ്? അത് അതായത് ഇങ്ങനെ കോൾഡ്, ആ കുട്ടി പറഞ്ഞതാണ്, അതായത് തുമ്മലുണ്ടായിരുന്നു, പിന്നെ അതുപോലെ തന്നെ കഫം വരുന്നുണ്ടായിരുന്നു, പിന്നെ ഈ ബാഡ് സ്മെൽ ഉണ്ടല്ലോ അതുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ സാധാരണ ഈ തുമ്മലും അതുപോലെ തന്നെ കഫക്കെട്ടൊക്കെ വരുമ്പോൾ നമ്മൾ കൂടുതലും അലർജിയുടെ ഗുളിക അതുപോലെ കഫക്കെട്ടിനുള്ള മരുന്നൊക്കെയാണല്ലോ കൊടുക്കുന്നത്. വേറെ ഒരു തരത്തിൽ ആ കുട്ടിക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, ശ്വാസം എടുക്കുന്നതിനൊന്നും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. അതാണ് ഇരിക്കുന്നത്, ഐബ്രോയുടെ നടുക്കാണ് ഇരിക്കുന്നത്. അങ്ങനെ ആ ഡോക്ടർ അത് കണ്ടുപിടിച്ച് പിന്നെ അത് പെട്ടെന്ന് റിമൂവ് ചെയ്തു. അപ്പൊ ആ കുട്ടി പറഞ്ഞൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പൊ അത്രയും, കാരണം അവർക്ക് അത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. എത്ര പ്രായമുള്ള കുട്ടിയായിരുന്നു? ആ കുട്ടിക്ക് 2.5 വയസ്സുണ്ടായിരുന്നുള്ളൂ. 2.5 വയസ്സ്. സെയിം അനുഭവം എന്റെ മോൾക്കും ഉണ്ടായിട്ടുണ്ട്. കളിച്ചോണ്ടിരുന്ന സമയത്ത് പുള്ളിക്കാരി ചെറിയ മുത്ത് മണപ്പിക്കുകയെന്ന് മണപ്പിച്ചതും മൂക്കിനകത്തേക്ക് കയറിപ്പോയി. അത് ഈ വലത്തെ സൈഡിൽ മൂക്കിന്റെ ഏറ്റവും മേളിലാണ് വന്ന് ബ്ലോക്കായി നിന്നത്. പക്ഷെ ആളും പറഞ്ഞില്ല, കൂടെ കളിച്ചുകൊണ്ടിരുന്നവരും പറഞ്ഞില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു എനിക്കിവിടെ വേദന എടുക്കുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കാണ് എല്ലാവർക്കും സംശയം തോന്നിയത്. കാരണം അവിടെ മൊത്തം മുത്ത് ഇങ്ങനെ വിതറി കിടക്കുകയാണ്. അപ്പൊ തന്നെ ഡോക്ടറിന്റെ അടുത്തേക്ക് കൊണ്ടുപോയത് കാരണം ഡോക്ടർ ഒരു കമ്പി പോലുള്ള സാധനം എടുത്ത് അങ്ങ് വലിച്ചങ്ങ് എടുത്തു. അത് കാരണം പുള്ളിക്കാരി വേദന പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ചെക്ക് ചെയ്തത്. ഇല്ലെങ്കിൽ അത് അവിടെ ഇതുപോലെ ഈ സംഭവം കടലാസ് ചുരുട്ടിയിട്ട് ഉണ്ട പോലെ ആക്കിയിട്ട് മൂക്കിലിട്ടു മോള്. അപ്പൊ ഇതേപോലെ തന്നെ എന്നും കരച്ചിലാണ്, വേദന. എന്നിട്ട് മെഡിക്കൽ കോളേജിൽ കൊണ്ടപ്പോ ഡോക്ടർ ഇങ്ങനെ തന്നെ പറഞ്ഞത്, മൂക്കിൽ നിന്ന് ഇങ്ങനെ വരിക, ബാഡ് സ്മെല്ല് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം അത് മൂക്കിലുണ്ട്. മിസ് പറഞ്ഞ അതേ തന്നെയാണ് ഡോക്ടർ പറഞ്ഞത്. ബാഡ് സ്മെല്ല് വരുന്നെങ്കിലും പിന്നെ മൂക്കിൽ നിന്ന് എങ്ങനെ വരില്ലേ, ഈ ജലദോഷമൊക്കെ വരുമ്പോ ഉണ്ടാണ് മൂക്കിൽ നിന്ന് ഇങ്ങനെ വെള്ളം പോലൊക്കെ വരില്ലേ, അങ്ങനെ ഉണ്ടെങ്കിലും വേദന ഉണ്ട് എന്നിട്ട് കരയുകയാണെങ്കിലും മൂക്കിൽ എന്തെങ്കിലും ഉണ്ടെന്ന് ഉറപ്പിക്കാന്നാ ഡോക്ടർ പറഞ്ഞത്.
അവള് അത് ഇട്ടിട്ട് പിന്നെ അത് തുമ്മിയപ്പോ അത് പോയെന്ന് തോന്നുന്നു. പക്ഷെ അവള് അതിങ്ങനെ ഇരിക്കുന്നുണ്ട് എന്ന് തോന്നാം. ഞങ്ങള് പേടിച്ചിട്ട് കൊണ്ടുപോയതാ. ഡോക്ടർ എന്റെ മോനും അങ്ങനെ ചെയ്തിട്ടുണ്ട് ടീച്ചറെ. ഒരു പ്രാവശ്യം അവനുണ്ടല്ലോ കടല നിലക്കടലയില്ലേ, അതുണ്ടല്ലോ മൂക്കിലേക്ക് കുത്തിക്കിടത്തി. എന്നിട്ട് അവൻ എന്നോട് പറഞ്ഞില്ല. ഒരാഴ്ച കഴിഞ്ഞപ്പോ അവൻ എന്നോട് തുമ്മിയപ്പോ താഴെ പോന്നു. പേടിയാണ് മിസ് പിള്ളേര്. അതെ അതെ. എന്റെ അനിയന്റെ കുട്ടി ഇതേപോലെ കോയിൻസ് ഒക്കെ വായിലിടും. ഇപ്പൊ 3 വയസ്സ് കഴിഞ്ഞു, പക്ഷെ എന്നാലും ഓക്കെ ആയിട്ടില്ല, കുറച്ചുകൂടി ടൈം പിടിക്കും. ആള് ഇതേപോലെ എന്ത് കിട്ടിയാലും വായിലിടും. ഗുഡ് നൈറ്റിന്റെ ഒക്കെ ഇതേപോലെ വായിലിടും. എപ്പോഴും അനിയത്തിക്ക് തന്നെ പ്രശ്നം ഇങ്ങനെ എടുക്കല്. അയാളിങ്ങനെ എന്തെങ്കിലുമൊക്കെ വായിലിട്ട് ഇങ്ങനെ ചുമച്ച് എന്ത് വോമിറ്റിംഗ് ടെൻഡൻസി പോലെ കാണിക്കും. മുത്ത് പിന്നൊക്കെ പേടിയാണ് എല്ലാ കുട്ടികളിലും. ഹസ്ബൻഡ് എപ്പോഴും പിണങ്ങും. ഇവര് കുഞ്ഞായിരുന്ന സമയത്ത് എല്ലായിടത്തും പിന്നെ എവിടെയെങ്കിലും താഴെ കണ്ട അപ്പൊ പിണങ്ങും. അപ്പൊ ആ ടൈമിലാണ് ഇതേപോലെ ഓരോ ഇൻസിഡൻസ് ഉണ്ടായിരുന്നത്. കുട്ടികൾ പിന്നെ വായിലിട്ടിട്ട് സർജറി ഒക്കെ ചെയ്ത് എടുത്ത കുറെ ഇത് ന്യൂസ് പേപ്പറിലൊക്കെ ഉണ്ടായിരുന്നു ആ ടൈമിൽ. ഭയങ്കര ഡേഞ്ചറാണ്. പിന്നെ അപ്പോ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, കുട്ടികൾക്ക് നമ്മൾ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് അവർക്ക് ഇതിനെക്കുറിച്ച് അവയർനെസ് ഇല്ല. അപ്പോ നമ്മൾ പ്രത്യേകം, അതായത് കുട്ടികളുടെ കൈ എത്തുന്ന രീതിയിൽ നമ്മൾ ഒരിക്കലും ഇത്തരത്തിലുള്ള വസ്തുക്കൾ വെക്കാനായിട്ട് പാടില്ല. ഓക്കെ, അത് മരുന്നുകളുണ്ട്, പലതരത്തിലുള്ള മരുന്നുകളുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു കുഞ്ഞി ടർപ്പൈൻ എടുത്ത് കുടിച്ചിട്ടുണ്ടായിരുന്നു. അത് കുടിച്ചിട്ട് പിന്നെ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പിന്നെ കുട്ടിയുടെ ജീവന് ആപത്തൊന്നും ഉണ്ടായില്ല. അപ്പൊ ഇത്തരത്തിൽ, അതായത് അവർക്കറിയില്ല അതിനകത്ത് എന്താണ്, അതിനെക്കുറിച്ച് ബോധമോ കാര്യങ്ങളോ ഒന്നും അവർക്കറിയില്ല. അപ്പൊ നമ്മള് അത് കുട്ടികളുടെ കൈ എത്തുന്ന രീതിയിൽ, അവരുടെ ശ്രദ്ധയിൽപ്പെടാത്ത രീതിയിൽ വേണം സൂക്ഷിച്ചു വെക്കാൻ. ഓക്കെ, ഒരുവിധം വലിയ കുട്ടികളാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ തീരെ ചെറിയ കുഞ്ഞുങ്ങളാണെങ്കിൽ അവർക്ക് അറിയാനായിട്ട് സാധിക്കില്ല. അതുപോലെ കിച്ചണിലായാലും പലതരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഇപ്പോ വെളിച്ചെണ്ണയുടെ ഓയിലിന്റെ ബോട്ടിലൊക്കെ ഉണ്ടാവാറുണ്ട്. അങ്ങനെ പിന്നെ മണ്ണെണ്ണ അല്ലെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ അതൊക്കെ അവരുടെ കയ്യിൽ അവൈലബിൾ ആകാതെ നമ്മൾ സൂക്ഷിക്കണം. പിന്നെ ചില ആളുകളുണ്ട് സ്പ്രിന്റിന്റെ കുപ്പിയിലൊക്കെ മണ്ണെണ്ണ ഒഴിച്ച് വെക്കാറുണ്ട്. സ്പ്രിന്റിന്റെ ബോട്ടിൽ ഉണ്ടല്ലോ, അതിനകത്തൊക്കെ മണ്ണെണ്ണ ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കൂടുതലും സ്പ്രിന്റിന്റെയും മിറിന്റെയും കുപ്പിയൊക്കെ ഉള്ളത് മിസ് പിള്ളേര് വാങ്ങണം. അപ്പൊ കൂടുതൽ അതിലൊക്കെ ഇട്ട് വെക്കാം. ശരിയാണ് മിസ് പറഞ്ഞത്, ഡേഞ്ചർ ആണത്. എന്തോ മിസ് പറഞ്ഞു? ഫ്രൂട്ടിയുടെ കുപ്പിക്കകത്ത് ഞങ്ങള് മണ്ണെണ്ണ എടുത്ത് വെച്ചിരുന്നത്. അവൻ വിചാരിച്ച് ഫ്രൂട്ടിയാന്ന് വിചാരിച്ചെടുത്ത് കുടിച്ചതാ. അല്ലെ, ഈ സ്പ്രിന്റിന്റെ കുപ്പിയിൽ നമ്മൾ ഇട്ട് വെക്കുമ്പോ അറിയില്ല. ഡീസൽ മണ്ണെണ്ണ പോലുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റില്ല. കളറിന് ഇതൊന്നും മാറുന്നില്ലല്ലോ, കളറ് മാറുന്നില്ലല്ലോ. അപ്പൊ അവരതാണെന്ന് പറഞ്ഞ് എടുത്തു കുടിക്കും. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ ഇലക്ട്രിക് വയറുകൾ ഇൻസുലേറ്റ് ചെയ്ത് സൂക്ഷിക്കുക. ഇലക്ട്രിക് വയേഴ്സ് ഉണ്ടല്ലോ, അത് ഇൻസുലേറ്റ് ചെയ്ത് എന്ത് ചെയ്തിരിക്കണം, സൂക്ഷിച്ചിരിക്കണം. പിന്നെ അതുപോലെ തന്നെ ഗ്ലാസ് ഐറ്റംസ് ഒക്കെ പൊട്ടിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് റിമൂവ് ചെയ്ത് മാറ്റണം. ഓക്കെ, നമുക്കറിയാം, അതായത് ഈ ഗ്ലാസ് ഒക്കെ പൊട്ടുന്ന സമയത്ത് മൈന്യൂട്ട് ആയിട്ടുള്ള, അതായത് വളരെ കുഞ്ഞു ചില്ലുകളൊക്കെ ഉണ്ടാവില്ലേ, ചിലപ്പോ നമ്മുടെ കാലിന്റെ ഉള്ളിൽ വരെ കയറിയിരിക്കും. പിന്നീടായിരിക്കും വേദന അനുഭവപ്പെടുക. കാണില്ല, നമുക്ക് കാണാനേ സാധിക്കില്ല. അപ്പോ അത് ക്ലീൻ ചെയ്യുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് കംപ്ലീറ്റ് ആയിട്ട് അത് നമ്മൾ റിമൂവ് ചെയ്തതിന് ശേഷം അവിടെ ഒന്ന് തുടക്കുക. ഓക്കെ, അതായത് വെള്ളവും തുണിയും ഉപയോഗിച്ച് തുടച്ച് കഴിഞ്ഞിട്ട് മാത്രം അവിടെ നിന്ന് കുട്ടികളെ നടക്കാനായിട്ട് അനുവദിക്കുക. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സൂക്ഷിക്കേണ്ടതുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ വീടിന്, അതായത് നമ്മുടെ വീടിന്റെ ചുറ്റുമാണ് ഇത്തരത്തിലുള്ള വേസ്റ്റുകളൊക്കെ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അല്ലെ, ഗ്ലാസ് ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ. അപ്പൊ കുഞ്ഞുങ്ങൾ നടക്കുന്ന വഴിയിൽ അല്ലെങ്കിൽ വലിയവര് നടക്കുന്ന വഴിയിലൊന്നും അത് കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് പാടില്ല. അത് തീർത്തും സുരക്ഷിതമായിട്ട് മാറ്റി വെക്കേണ്ടതുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്, നമ്മുടെ ഫ്ലോറിൽ, തറയിൽ ചിലപ്പോൾ വെള്ളം വീഴാം, അല്ലെങ്കിൽ ഓയിൽ വീഴാം അല്ലെ. അപ്പോ അങ്ങനെയുള്ള സന്ദർഭങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അത് എത്രയും പെട്ടെന്ന് തുടച്ചു മാറ്റാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അടുക്കളയില് കുഞ്ഞു കുട്ടികളൊക്കെ ആണെങ്കിൽ 1-2 വയസ്സെന്നൊക്കെ പറയുമ്പോൾ ഓടിച്ചാടി നടക്കുന്നതാ, വെകിളി പിടിച്ച് നടക്കുക അല്ലെ, ഒരിടത്ത് അടങ്ങിയിരിക്കില്ല. അപ്പോ അവര് നടക്കുമ്പോൾ
ഈ കിച്ചണിലൊക്കെ വരാൻ ചാൻസ് കൂടുതലാണ്. കിച്ചണിലൊക്കെ വന്നിട്ട് ഇപ്പൊ താഴത്താണ് ഷെൽഫ് എങ്കിൽ, സാധനങ്ങൾ വയ്ക്കുന്ന ഷെൽഫ് താഴത്താണെങ്കിൽ അവരുടെ കയ്യെത്തി പിടിക്കാൻ പറ്റുന്ന രീതിയിലാണ് അത് ഉള്ളതെങ്കിൽ തീർച്ചയായിട്ടും അല്ലെങ്കിൽ കസേര വെച്ചെടുക്കും മിസ്. കസേര കസേര വളരെ ബുദ്ധിമുട്ടിയാണെങ്കിൽ കൊണ്ടുപോയിട്ട് അതിന്റെ മുകളിൽ കയറി എടുക്കാം നമുക്ക്. അപ്പൊ അങ്ങനെ എടുക്കുമ്പോൾ അതായത് ഈ ഓയിലിന്റെ ഒക്കെ കുപ്പി എന്ന് പറയുന്നത് ചില്ലിന്റെ ആണെങ്കിൽ അത് കുഞ്ഞുങ്ങൾ എടുക്കുകയും പിന്നീട് അത് താഴെ വീഴുകയും അത് പൊട്ടുകയും ചിലപ്പോൾ കുഞ്ഞ് അവിടെ തെന്നി വീഴുകയും കുപ്പിച്ചില്ല് കയറാനും സാധ്യത കൂടുതലാണ് അല്ലേ? അപ്പോ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ പൗഡേഴ്സ് ഉണ്ട്, ചില്ലി പൗഡറും മറ്റുമൊക്കെ, മസാല പൗഡറുകളില്ലേ, കറി പൗഡറുകളൊക്കെ നമ്മൾ അടച്ച്, അതായത് വളരെ നല്ല രീതിയിൽ അടച്ച് സൂക്ഷിക്കുക. അതൊക്കെ പെട്ടെന്ന് തുറക്കാനും മറ്റുമൊക്കെ കുട്ടികൾക്ക് സാധിക്കും. അപ്പൊ പിന്നെ കണ്ണിൽ പോവുകയും പിന്നെ ദേഹത്ത് പോവുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാറുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ കീപ്പ് ചെയ്യേണ്ടതുണ്ട് കേട്ടോ. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഫസ്റ്റ് എയ്ഡ് ബോക്സ് അത് നിർബന്ധമായിട്ടും ഒരു വീട്ടിൽ ഉണ്ടാവണം. ഓക്കെ, ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഉണ്ടാവണം. ഓക്കെ. അപ്പൊ ഞാന് ഇന്ന് ഇവിടം വരെ എടുക്കുന്നുള്ളൂ, കംപ്ലീറ്റ് ആയിട്ടില്ല. അത് ഞാൻ ക്ലാസ് എടുക്കാൻ പറ്റിയിട്ടില്ല. നെക്സ്റ്റ് ക്ലാസ്സിൽ ഇത് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. പിന്നെ ഞാനൊരു കാര്യം, ഫസ്റ്റ് എയ്ഡ് ബോക്സ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാം. ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് ചെയ്യാൻ തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതുകൊണ്ട് മിസ് എനിക്കൊരു കാര്യം പറയാനുണ്ട് മിസ്. എന്റെ റിലേറ്റീവ് വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പൊ പെട്ടെന്ന് അവൾക്ക് ഇങ്ങനെ ഗേറ്റ് തുറക്കുമ്പോ ഒരു ബുദ്ധിമുട്ട് വന്നു. അനിയത്തിയാണ്, അപ്പൊ കാല് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ വന്നപ്പോ എന്റെ കയ്യിൽ ഇത് സ്റ്റോക്ക് ഉണ്ടായിരുന്നപ്പോ പെട്ടെന്ന് അവൾക്ക് മെഡിസിൻ ചെയ്യാൻ പറ്റി. അപ്പൊ അതിന് മുന്നേ മിസ് ആക്ടിവിറ്റി പറഞ്ഞുകൊണ്ടാണ് അത് ചെയ്തു വെച്ചത്. മറ്റേത് എവിടെ തപ്പിയാലും കിട്ടൂല. അപ്പൊ ഇതിപ്പോ ഞാൻ സൂക്ഷിച്ചോണ്ടുണ്ട്, പിള്ളേർക്കായാലും പെട്ടെന്ന് പറ്റിക്കഴിഞ്ഞാൽ വേഗം യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ള ഇതില്. ചാടിന് പൊടി അത് ചെയ്തിട്ടുണ്ട് അല്ലേ? അതെ. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഇന്ന് കുറച്ച് സമയം ക്ലാസ് പോയിട്ടുള്ളൂ, നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, സൈൻ ഔട്ട് ചെയ്തോളൂ. മാം ഞാനാണ് സൈൻ ഔട്ട്. ആരാണ് സൈൻ ഔട്ട്? ഹസ്ന. യെസ് മാം. മാം മാമിനോട് താങ്ക് യു പറയണം. ഞങ്ങൾക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയ കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ എടുത്തത്. ഫസ്റ്റ് നമ്പർ വീലും പിക്ചർ വീലും കാണിച്ച്, പിന്നെ സേഫ്റ്റിയുടെ കുറച്ച് സ്റ്റെപ്സ് മാം പറഞ്ഞു. മെഡിസിൻസ്, കെമിക്കൽസ്, ഡേഞ്ചറസ് ഐറ്റംസ് ഒക്കെ കുട്ടികളെയും ദൂരെ നിന്ന് വെക്കണം. ഇലക്ട്രിക് വയർസ് ഇൻസുലേറ്റ് ചെയ്യണം. ഗ്ലാസ് പീസസ് ഒക്കെ റിമൂവ് ചെയ്യണം കംപ്ലീറ്റ്ലി. അത് കഴിഞ്ഞിട്ട് ഒന്ന് തുടയ്ക്കണം, എന്നിട്ട് നമ്മൾ അവിടെ നടക്കാൻ പാടുള്ളൂ. അതേപോലെ ഗ്ലാസ് പീസസ് നമ്മൾ നടക്കുന്ന വഴിയിലൊന്നും ഇടരുത്. ഓയിൽ, വാട്ടർ ഒക്കെ ക്ലീൻ ചെയ്യണം. എന്തെങ്കിലും സ്പില്ലായാലും മസാലാസ് അതൊക്കെ കെയർഫുൾ ആയിരിക്കണം. അത് കണ്ണിലൊക്കെ പോയാൽ അത് ഭയങ്കര ഡേഞ്ചറസ് ആണ്. അപ്പൊ നമ്മൾ കിച്ചണിൽ കുട്ടികളെ വന്നു പോണ കാരണം ഇതൊക്കെ വളരെ കെയർഫുൾ ആവണം. ഫസ്റ്റ് എയ്ഡ് ഒരു വീട്ടിലെ ഒരു നിർബന്ധമായിട്ടും വേണം. താങ്ക് യു. എല്ലാ അരിയും പിറക്കി എന്ന് പറയുന്ന പോലെ പിറക്കി. താങ്ക് യു മിസ്. സോ മച്ച്. അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക് യു മിസ്. താങ്ക് യു മിസ്. മാം പോയി. മാം പോയി ആ എണ്ണം തന്നെ ഒട്ടിക്കണോ, അതോ നമുക്ക് എന്തെങ്കിലും പിക്ചറിന് ഇപ്പം ഫ്ലവേഴ്സിന്റെ പെറ്റല് 5 അല്ലേ, അപ്പൊ 5 ഫ്ലവേഴ്സ് അങ്ങനെ കൊടുത്ത് പെറ്റൽ 5 അങ്ങനെ ഒട്ടിച്ചിട്ട് മതിയോ നമ്പർ വീലില്? അങ്ങനെയും മതി. അല്ല മാം ഉണ്ട്.